ഹലോ, എത്തിസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സെക്കൻഡ് ഡേ ആണ് നമ്മളെ ഊട്ടിയിൽ. നമ്മളിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോക്കാം. അതിന് മുന്നേ കുറച്ച് സ്ഥലങ്ങളും കൂടി കറങ്ങാനുണ്ട്. അപ്പോൾ നമ്മളാദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, അതൊന്ന് കഴിക്കട്ടെ. പോയിട്ട് നല്ല ഹോട്ടൽ ഏതാണല്ലേ നോക്കിയിട്ട് കഴിക്കട്ടെ. ഏട്ടാ ഏട്ടാ െ കൊണ്ട് ഞാൻ ആ ചെടീൻ്റെ കൊമ്പൊന്ന് പൊട്ടിപ്പിക്കുന്നുണ്ട്. ഏട്ടാ വേഗം. ബാക്കിയാവോന്നൊന്നും അറിയില്ല. ബാക്കി ആയിട്ടില്ല. ഏട്ടൻ എൻ്റെ പരിപ്പ് എടുക്കാൻ സാധ്യതയുണ്ട്. ഏട്ടൻ 2-3 കൊമ്പേ. താങ്ക് യു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മഹാരാജാസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് കയറിയിട്ടുള്ളത്. നല്ല ഫുഡായിരുന്നു ഇവിടെ. പിന്നെ ദോശയും വാഴച്ചിക്കറിയും. എത്തു തിന്നുന്നുണ്ടാ? ബ്യൂട്ടിഫുൾ എത്തുമ്മ. അങ്ങനെ ഞാൻ കണ്ടു കാണാത്ത ഒരു സ്ത്രീയായി മാറിയിരിക്കുന്നു. ബ്ലൈൻഡ് പേഴ്സൺ. അതുപോലെ ഉണ്ടാവും എനിക്കറിയാം, എന്നാലും ഞാൻ വെറുതെ എടുത്ത് വെച്ചതാ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോക്കാന്നേ. റെഡിയാ? സൂയിസൈഡ് പോയിന്റ്. സൂയിസൈഡ് പോയിന്റ് ഡൊണ്ടപേട്ടയാ? നമ്മൾ അടുത്തേക്ക് പോക്കാന്നേ. അപ്പൊ അവിടെ വെച്ച് കളാം. ശരി. കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു. ഇതെന്താ? ഇത് നായല്ല, അച്ഛൻ മിത്തു. കുതിരയല്ല, മറ്റേത് കുതിരയാ. ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് 2 മിനിറ്റ് നടക്കാനുണ്ട്. നടക്കണല്ലേ അമ്മേ. പോന്ന നമ്മൾ ഇവിടുന്ന് നടന്നിട്ട് വേണം അവിടത്തേക്ക് പോകാൻ. ഇവിടെയാ? അല്ല, ഞാൻ കൂട്ടം തെറ്റിപ്പോയാലോ. എന്തിനീ പൂക്കള്? കമ്മലിതാ. അയ്യോ, എൻ്റെ കൈക്കായി. ഇതല്ലേ ഗാർഡ്? 7 മണി തൊട്ടിട്ട് 6:30 വരെ സമയം. ടിക്കറ്റിന് 100 രൂപയാന്ന് തോന്നുന്നു. അഡൾട്ടിന് 100ഉം കുട്ടികൾക്ക് 50ഉം. 5 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ കമ്മൽ മാത്രമല്ല ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ കമ്മലിൻ്റെ കളക്ഷൻസ് കണ്ടപ്പോൾ ഞാൻ ഇവിടെ വന്നൊന്ന് വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട്. വെറും 50 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനൊന്നും വാങ്ങിയിട്ടില്ല. അതാണ് എനിക്ക് നഷ്ടം.
അപ്പോൾ നമ്മളിതാ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഈ ഒരു കുറ്റിച്ചെടീനെല്ലാം നല്ല മോഡലിൽ മുറിച്ച് നല്ല രൂപത്തിലെല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫുള്ള് ചെടികളാണ്. ഗാർഡൻ വെച്ച ചെടികൾ തന്നെയായിരിക്കും, പക്ഷേ ഇതാ വെറൈറ്റി ചെടികളാണ്. ഞാനൊന്നും ഇതുവരെ കാണാത്ത കുറേ ചെടികളെല്ലാം ഉണ്ട്. നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ എന്താ പറയണ്ടേ, ഫുള്ള് പച്ചപ്പാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്കെല്ലാം കയറി കളിക്കണം എന്നുണ്ട് എനിക്ക്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഇപ്പം കടത്തി വിടുന്നില്ല. അതാണൊരു സങ്കടം. എനിക്കിങ്ങനെ നോക്കിക്കാണാനേ പറ്റൂ. ഇവിടെ കുറച്ച് മഹാന്മാരെ ഫോട്ടോസ് എല്ലാം വെച്ചിട്ടുണ്ട്. ready. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഒരു മെയിൻ ഏരിയ ആണ് ഇത്. ഗ്ലാസ് ഹൗസ്. ഇവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. കാരണം അത്രയും പൂക്കളുടെ ഒരു കൂമ്പാരം എന്ന് പറയാം. അത്രയും ചെടികളും അതിൽ നിറയെ പൂക്കളുമായിട്ട് ഒരു നല്ല ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട് ആൾക്കാർ ഇവിടെ നിന്നിട്ടെല്ലാം. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ ചെടികളെല്ലാം കാണുമ്പോൾ എനിക്ക് എന്താ വേണ്ടേണ്ടിരുന്നില്ല. പക്ഷെ ഒരു പൂ പോലും നമുക്ക് തൊടാനൊന്നും പറ്റൂല. തൊട്ട് നോക്കാം, പറിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ അത്രയും അവർ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കില്ല ഇങ്ങനെ പൂക്കളെല്ലാം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ നല്ല രസമുണ്ടെന്ന് വെച്ചാൽ അത്രയും രസം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ഈ ബാൽസം ചെടികൾക്കെല്ലാം നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഇലകൾ കാണുമ്പോൾ നമ്മുടെ മഞ്ഞ് മൂടിയ പോലെ ഇല്ലേ, ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയുന്ന ഈ ചൈനീസ് ബാൽസം മാത്രമാണ്. പിന്നെ ഇതെല്ലാം കാണുമ്പോൾ ഫുൾ കളർഫുള്ളാണ്. എന്താ പറയണ്ടേ, അത്രയും മനോഹരമായിട്ടുണ്ട് ഇവിടെ. ഇതുപോലെയൊന്നും എൻ്റെ ചെടിയിലൊന്നും ഇതുപോലെയൊന്നും പൂക്കളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എനിക്കിതെല്ലാം കാണുമ്പോൾ എന്തോ ജമന്തി പോലത്തെ കുഞ്ഞു പൂക്കൾ. പൂക്കളെനിക്കൊന്നും തിരിയുന്നു. ടച്ച് ഒരു ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഈ ചെടി. പച്ചപ്പ് നിറഞ്ഞ സ്ഥലം.
അപ്പോൾ ഇതാ കുറേ ചെടികളെല്ലാം വെച്ചിട്ട് ഇന്ത്യൻ്റെ ഭൂപടം വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ രുദ്രാക്ഷ ട്രീ ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ ഇതിലുള്ള കായ് വെച്ചിട്ടാണോ ഈ രുദ്രാക്ഷ മാല ഉണ്ടാക്കുന്നത്? എനിക്കതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. എവിടെയോ കേട്ട പോലെ കായ്, ഇതിൻ്റെ ഒരു മരത്തിലെ കായ് കൊണ്ടാണ് മാല ഉണ്ടാക്കുന്നത്. പിടിച്ചെടുത്ത് കിട്ടുന്നില്ല, ഓട്ടത്തോടോട്ടം. എന്തൊരു രസാ. ഇതിൻ്റെ ഉള്ളിലേക്ക് പക്ഷേങ്കിൽ പ്രവേശനമില്ല, നോ എൻട്രിയാ. അതിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കണം എന്നുണ്ട്. കയ്യും പിടിച്ച് പോക്കാം. ഓടിയിട്ട് വീണ ശേഷം കുറച്ച് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മരം കണ്ട, ഇത് വലിയൊരു മരമാണ്. പക്ഷെ ഇതിന് അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന പോലെ ഒരു ഇതിലുള്ളത് ആ മരം. പ്രകൃതിയുടെ ഓരോരോ കഴിവ്. വരൂ മക്കളെ എന്ന് പറയുന്ന പോലെ ഉണ്ട് കാണുമ്പോൾ. അപ്പോൾ ഈ ഗാർഡൻ്റെ മുന്നിൽ തന്നെ ഒരുപാട് സാധനങ്ങളെല്ലാം വിൽക്കുന്നുണ്ടായിരുന്നു, നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എത്തൂസിന് എന്തെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നിന്നെയാണ്. അപ്പോൾ ഇവർ കുറച്ച് പൂക്കളും കൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട്. എനിക്ക് കണ്ടിട്ട് അത് വേണം തന്നെയുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ റേറ്റെല്ലാം ചോദിച്ചു. അതിന് 50 രൂപ 100 രൂപയാണെന്ന് പറഞ്ഞത് 4 കെട്ടിന്. പക്ഷെ എനിക്ക് 50 രൂപക്ക് 3 കെട്ട് തന്നിട്ടുണ്ട് ഇവർ. ഇത് ഒരു കൊല്ലം വരെ വാടാണ്ട്. ക്യാരറ്റ്. അപ്പോൾ ഇവിടെ വെറൈറ്റി ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് നമ്മൾ കഴിക്കാത്ത തരം. പക്ഷേ ഒന്നും വാങ്ങിയിട്ടില്ല, എല്ലാം നോക്കിയിട്ട് ഇങ്ങ് വന്ന്. അപ്പോൾ എത്തൂനൊരു വാച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. പക്ഷേ ഓൾ ഒരു തരത്തിൽ വാച്ച് ഇടാൻ പറ്റുന്നില്ല ഓള്. അപ്പോൾ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തും കൂടി പോകുന്നുള്ളൂ. ഇപ്പോൾ സൂയിസൈഡ് പോയിൻ്റ്, ഡൊഡബേട്ട പീക്ക്, അവിടെ ആണ് പോകുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോഴുള്ള കുറച്ച് കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. ഇതാ തേയില ഫാക്ടറിയാണിത്. ഇവിടെ വരുമ്പം കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കയറണം എന്നുള്ളത് എനിക്കൊരാഗ്രഹം. ഞാൻ ഇതുവരെ തേയിലേൻ്റെ ഇടയ്ക്കൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ദൂരെ നിന്ന് കാണുന്നില്ലാണ്ട് അതിൽ കയറണം എന്നുള്ളത് ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. അപ്പോൾ വരുമ്പം കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അത്, ഹൈ ഹിൽ ടീ. അതെയല്ലേ, ഡിസംബറിലായിരിക്കും പൂക്കളെല്ലാം കുറെ കൂടി ഉണ്ടാവും അല്ലേ. ഇപ്പം എല്ലാം പോയി, എന്നാലും ഉണ്ട് അത്യാവശ്യം കുറച്ച്. പൈൻമരങ്ങളെല്ലാം turn right onto Dodabetta Road. Dodabetta. നല്ല മരം, പൈൻമരം. നല്ല തണുപ്പായിരിക്കില്ലേ ഇവിടെ? സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പിന്നെ സൂയിസൈഡ് ഹിൽ സ്റ്റേഷൻ. അതെയാ, നമ്മളിപ്പോ മേലെ ഉള്ളത് ഞാൻ കട്ടാക്കൂലേ. എന്റെ പാട്ട് കട്ടാക്ക് എന്ന് പറഞ്ഞു. നല്ല വനാന്തരം, മരങ്ങളെല്ലാം പൊട്ടി വീണിട്ടുണ്ട്. പൈൻമരം ഇതിങ്ങനെ ഒടിഞ്ഞു വീണ് മുറിച്ചിട്ട പോലെയല്ല, കാറ്റിനായത്, കാറ്റിന് പൊട്ടിയ പോലെ. അപ്പോൾ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം, ഇവിടെ മാത്രമല്ല റോഡിൽ മേലോളം വണ്ടി നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് മെയിൻ പാർക്കിംഗ് ഏരിയ. അപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും എന്നറിയാം. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം.
അപ്പോൾ കയറുന്നതിന് മുന്നേ തന്നെ ഫുള്ള് കച്ചവടമാണ് ഇവിടെ. ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ടയേർഡായതുകൊണ്ട് ഒരു ഇത് ഇളനീറിൻ്റെ വെള്ളം കുടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ അവിടെ നിന്നതാണ്. അപ്പോൾ ഇതാണ് വരുന്ന വഴിക്കുള്ള കാഴ്ചകളല്ല. ഇതെല്ലാം തിരിച്ചു വരുമ്പോൾ വാങ്ങാനുള്ള ഒരു മനസ്സമാധാനത്തിലാണ് ഞാൻ പോകുന്നത്. ഏട്ടൻ പറഞ്ഞ തിരിച്ചു വരുമ്പം വാങ്ങാമെന്ന്. അപ്പം അങ്ങനെ നമ്മൾ സൂയിസൈഡ് പോയിൻറ്റിൻ്റെ അവിടത്തേക്ക് നടന്ന് പോക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇറക്കം ഇങ്ങനെ ഇറങ്ങിയാൽ പിന്നെ ഇതാ ഇവിടെയാണ് സ്ഥലം. നമ്മളെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇറങ്ങി. അപ്പോൾ ഇതാ എത്തുന് ഇത് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ഇട്ടിട്ടുള്ള പോപ്കോണാണ്. തേയിലത്തോട്ടത്തിലേക്ക് ഏട്ടാ, ഇത് കറ്റാർ വാഴയാ? ഇത് കറ്റാർ വാഴയാ? അതിൻ്റെ വേറൊരു ടൈപ്പ് തേയില. ഇങ്ങനെയാണ് ഒരു ടൈപ്പ് പൂവ്. വേണ്ട, ബ്യൂട്ടിഫുൾ. ഹായ്, ഇതിന് മൊട്ട് നോക്ക്. വേറെ കളർ. Babu. ഹൈ ഹിൽ ടീ ഗാർഡൻ. ഇവിടം വരെ കയറി വരണമെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് കയറണം. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം കൊതക്കുന്നുണ്ടേനു. അത് വീഡിയോയിൽ ശരിക്കും കേൾക്കുന്നുമുണ്ട്. പിന്നെ അത് കട്ട് ചെയ്യാനൊന്നും പറ്റൂല. അതുകൊണ്ട് വിചാരിച്ച് അവിടെ കിടക്കട്ടെന്ന്. അപ്പോൾ ഇതാ നല്ല ബ്രോക്കോളി വാങ്ങാൻ വേണ്ടി ഇറങ്ങിയത്. എന്തൊക്കെയോ വെറൈറ്റി. നമ്മളെ 2 ദിവസത്തെ ട്രിപ്പ് ഇഷ്ടപ്പെട്ടിന്. എല്ലാം സ്ഥലമെല്ലാം ഇഷ്ടപ്പെട്ടിന്. പക്ഷെ ഫുഡിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ഫുഡ് എന്തായാലും ഇവിടെ കിട്ടും. എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ ഉച്ചക്കത്തെ ഫുഡാണ് പ്രശ്നം. ഇപ്പോൾ ബിരിയാണി ഇന്നലെ കഴിച്ച് നമ്മളെ നാട്ടിൽ ബിരിയാണിയായിട്ട് ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 2 ദിവസത്തെ ട്രിപ്പ് 2 ദിവസങ്ങളിലായിട്ട് വീഡിയോ ഇടുന്നു, ഓരോ ദിവസത്തേത്. കാരണം അത്രയും ലോങ് ആയിപ്പോവും. അത് കണ്ടിരിക്കുമ്പം ബോറും ആയിരിക്കും, അല്ലെങ്കിലും ബോറടിക്കുമെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് 2 ആയിട്ട് ഇടാം. അപ്പോൾ 2ഉം കുറച്ച് ലെങ്ത്തുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോസാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്നല്ല, ഊട്ടിയിലെ വീഡിയോ ഇവിടെ അവസാനിച്ചു. ഇനി ഊട്ടിയിലേക്ക് വരുമോന്നൊന്നും അറിയില്ല. അപ്പോൾ ബൈ ഏട്ടാ, ബൈ പറ. ബൈ.